ശ്രിന്ദ വിവാഹമോചിതയല്ല. ശ്രിന്ദ അർഹാൻ ഫോർ ഫ്രണ്ട്സ് എന്ന സിനിമയിലൂടെ അഭിനയ ജീവിതം തുടങ്ങിയ ശ്രിന്ദ അർഹാൻ 2010 സിനിമയിൽ വന്നതെങ്കിൽ ചുരുങ്ങിയ കാലയളവിലെ തന്റെ അഭിനയ ജീവിതത്തിൽ വ്യത്യസ്ത തരം നിരവധി മികച്ച വേഷപ്പകർച്ചകളിലൂടെ പകർനാട്ടം നടത്തിയ പ്രതിഭാധനയായ കലാകാരിയാണ് ശ്രിന്ദ. 22 ഫീമെയിൽ കോട്ടയം എന്ന സിനിമയിലെ ജിൻസി, തട്ടത്തിൻ മറയത്തിലെ സന്ധ്യ, അന്നയും റസൂലിലെ ഫസില, 1983 നിവിൻ പോളിയുടെ നായിക കഥാപാത്രമായ സുശീല, തമാർ പടാർ എന്ന സിനിമയിലെ വത്സമ്മ, വെണ്ണില വീട് എന്ന തമിഴ് സിനിമയിലെ ഇളവരശി, കുഞ്ഞിരാമായണത്തിലെ സജിത. ശ്രിന്ദ ജീവൻ നൽകിയ ഈ കഥാപാത്രങ്ങളെല്ലാം പ്രേക്ഷക മനസ്സിൽ നിന്നും മായാതെ നിൽക്കുന്നു. ഒരുപക്ഷെ തുടക്കക്കാരിയാണെങ്കിലും നമ്മുടെ KPAC ലളിത ചേച്ചിക്ക് ശേഷം ഇത്രയും വ്യത്യസ്തത നിറഞ്ഞ കഥാപാത്രങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ള ഒരു നടി ശ്രിന്ദയായി. അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്യുന്ന പിന്നെയും എന്ന സിനിമ പൂർത്തിയാക്കിയ ശേഷം മോഹൻലാൽ ജിബു ജേക്കബ് സിനിമയിൽ അനൂപ് മേനോന്റെ നായികയായി അഭിനയിച്ചു വരികയാണ് ശ്രിന്ദ. മോഹൻലാൽ എന്ന ഇതിഹാസ താരത്തിനൊപ്പം കോമ്പിനേഷൻ സീനുകളിൽ അഭിനയിക്കാൻ അവസരം ലഭിച്ച സന്തോഷത്തിലാണ് ശ്രിന്ദ. ശ്രിന്ദ എന്ന നടി സത്യത്തിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടാണ് സിനിമയിലേക്ക് വരുന്നത്. സഹസംവിധായികയായി സിനിമയിൽ വരുന്നതിനു മുമ്പേ മോഡലിംഗിൽ ശ്രിന്ദ സജീവമായിരുന്നു. കാസനോവ, ചൈന ടൗൺ, ഹീറോ ഇങ്ങനെ 3 സിനിമകളിലാണ് സഹസംവിധായികയായി ശ്രിന്ദ പ്രവർത്തിച്ചിട്ടുള്ളത്. ഹീറോ എന്ന സിനിമയിൽ അസിസ്റ്റന്റായി ജോലി ചെയ്യുന്ന സമയത്താണ് 22 ഫീമെയിൽ കോട്ടയം എന്ന സിനിമയിൽ അഭിനയിക്കാൻ ക്ഷണം കിട്ടിയത്. പ്രശസ്ത സംവിധായകൻ സിദ്ധാർത്ഥ് ശിവ ശ്രിന്ദയുടെ അടുത്ത സുഹൃത്താണ്. 22 ഫീമെയിൽ കോട്ടയത്തിൽ അഭിനയിക്കുന്നതിന് മുൻപ് സിദ്ധാർത്ഥ് ശിവയുടെ റെക്കമെൻഡേഷനിൽ ഫോർ ഫ്രണ്ട്സ് എന്ന സിനിമയിൽ ചെറിയൊരു വേഷം ചെയ്തിരുന്നു. പക്ഷേ 22 ഫീമെയിൽ കോട്ടയത്തിലൂടെയാണ് ശ്രിന്ദ ശ്രദ്ധിക്കപ്പെട്ടത്. തുടർന്ന് ഷൈൻ ടോം ചാക്കോ രാജീവ് രവിയെ പരിചയപ്പെടുത്തുകയും അങ്ങനെ അന്നയും റസൂലും എന്ന സിനിമയിൽ അഭിനയിക്കുവാൻ അവസരം ലഭിക്കുകയുമായിരുന്നു. ശ്രിന്ദ എന്ന അഭിനേത്രിയെ മോൾഡ് ചെയ്ത് എടുത്തത് സത്യത്തിൽ രാജീവ് രവി, ആഷി കപൂർ എന്നീ 2 സംവിധായകരാണെന്ന് ശ്രിന്ദ മനസ്സ് തുറക്കുന്നു. ഓരോ സിനിമയും സിനിമയിലെ കഥാപാത്രങ്ങളും അടുത്ത സിനിമയിലേക്കുള്ള കണക്ഷൻ ആയിരുന്നുവെന്ന് ശ്രിന്ദ ഓർമ്മിക്കുന്നു. ശ്രിന്ദയുടെ പ്ലസ് പോയിന്റ് ശ്രിന്ദയുടെ ചിരിയാണ്. അഭിനേത്രിയാകും മുമ്പേ ശ്രിന്ദയുടെ ചിരി ശ്രിന്ദയുടെ പ്ലസ് പോയിന്റ് ആയിരുന്നു. കുട്ടിക്കാലത്തൊക്കെ ആരെങ്കിലും വഴക്ക് പറഞ്ഞാലും ചിരിച്ചുകൊണ്ട് കേട്ടുകൊണ്ട് നിൽക്കും. ചിരിയിലൂടെയാണ് ശ്രിന്ദ എല്ലാവരെയും കീഴടക്കുക. തന്റെ 25ാം വയസ്സിലാണ് ശ്രിന്ദ സിനിമയിൽ അഭിനേത്രിയാവുന്നത്. സിനിമയിൽ എത്തുന്നതിന് മുമ്പേ ശ്രിന്ദ വിവാഹിതയായിരുന്നു. പിന്നീട് ഭർത്താവുമായി പിരിഞ്ഞു കഴിയുകയായിരുന്നു ശ്രിന്ദ. അതിനെക്കുറിച്ച് ശ്രിന്ദയ്ക്ക് മറുപടിയുണ്ട്. നമ്മൾ ഒരു അഭിമുഖത്തിൽ പറയുന്ന കാര്യങ്ങൾ ചിലത് അടർത്തിയെടുത്ത് സ്വന്തം താല്പര്യങ്ങൾക്കനുസരിച്ച് ഉപയോഗിക്കുന്നതാണ് ഓൺലൈൻ മാധ്യമ സംസ്കാരം. സോഷ്യൽ മീഡിയ പ്രചരിപ്പിക്കുന്നതല്ല തന്റെ ജീവിതമെന്നും എന്റെ ജീവിതം ഞാൻ തീരുമാനിക്കുന്നതാണെന്നും അതിനെക്കുറിച്ച് ആരെന്തു പറഞ്ഞാലും ഞാൻ കാര്യമാക്കാറില്ലെന്നും മാത്രമല്ല ഞാൻ നിയമപരമായി വിവാഹമോചിതയല്ലെന്നും എന്റെയും എന്റെ ഭർത്താവിന്റെയും ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെന്നും അത് ക്രമേണ മാറിയേക്കാമെന്നും ശ്രിന്ദ പറഞ്ഞു നിർത്തി.